വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയും അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. കന്യാഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടി അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന പേരിട്ടു. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ ജനനപ്പെരുന്നാളുള്ള ഒരുക്കത്തിൻ്റെ വചനിപ്പ് കാലത്തിൻ്റെ 6-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം വന്നിരിക്കുകയാണ്. സഭ നമ്മെ കർത്താവിൻ്റെ ജനനപ്പെരുന്നാളിന് വേണ്ടി വ്യത്യസ്തമായ രീതിയിൽ ഒരുക്കി. മറിയത്തെ പോലെ, സക്രിയായെ പോലെ, യോഹന്നാൻ സ്നാപകനെ പോലെ ഒക്കെ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ, ഉണ്ണി യേശുവെ സ്വീകരിക്കുവാൻ ഒരു ക്രമീകരണമാണ് ചെയ്തു കൊണ്ടുവരുന്നത്. ഈ അവസാന ഞായറാഴ്ചയിൽ യൗസേപ്പിനുണ്ടായ ദർശനമാണ് നമ്മുടെ ചിന്താവിഷയം. യൗസേപ്പിനെ കുറിച്ച് നമുക്കറിയാം, വേദപുസ്തകം പ്രതിപാദിക്കുന്ന നീതിമാനായ മനുഷ്യനായിരുന്നു. ദൈവത്തെ അറിഞ്ഞ് ജീവിച്ച ഒരു മനുഷ്യൻ, ദൈവപ്രമാണങ്ങളനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, എല്ലാവർക്കും പ്രിയങ്കരനായൊരു മനുഷ്യൻ. മറിയം എന്ന ദേവാലയത്തിൽ വളർന്ന പെൺകുട്ടിക്ക് പുരോഹിതന്മാർ പ്രഖ്യാപിച്ച നിയമം അനുസരിച്ച് വിവാഹത്തിനുവേണ്ടി ധാരാളം പുരുഷന്മാർ ക്രമീകരണങ്ങൾ ചെയ്തു. എന്നാൽ അവസാനം യൗസേപ്പിനെയാണ് അവർ തിരഞ്ഞെടുത്തത്. യൗസേപ്പ് മറിയത്തെ വിവാഹം കഴിക്കുവാനുള്ള സമ്മതം കൊടുക്കുകയും ചെയ്തു. വചനം പറയുന്നത് അവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു, വിവാഹം നടന്നിട്ടില്ല, അവർ ഒന്നിച്ച് സഹവസിച്ചിട്ടില്ല. ഇത് നമുക്കറിയാം, സുറിയാനി കത്തോലിക്കരുടെ ഇടയിൽ നടക്കുന്ന പോലെ വിവാഹ ആലോചന, വിവാഹ സമ്മതം, മനസ്സമ്മതം, വിവാഹം, ഇങ്ങനെ 3 ഭാഗങ്ങളുണ്ട്. ഇവിടെ ഈ വിവാഹ സമ്മതം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, അവർ സഹവസിച്ചിട്ടില്ല. ഈ സമയത്താണ് യൗസേപ്പ് ഒരു കാര്യം ബോധ്യമാകുന്നത്. തൻ്റെ ഭാര്യ ഗർഭിണിയാണ്. താൻ സഹവസിക്കുന്നതിന് മുമ്പ് താൻ കല്യാണം കഴിക്കാൻ പോകുന്ന, വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്നു. അവൻ എങ്ങനെയാണ് ഇതിനെ കണ്ടത്? അവൻ എങ്ങനെയാണ് ഇതിനെ സ്വീകരിച്ചത്? അവൻ എങ്ങനെയാണ് ഇതിനെ അഭിമുഖീകരിച്ചതെന്ന് വളരെ മനോഹരമായി വേദപുസ്തകം നമ്മളോട് അവതരിപ്പിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ കുടുംബജീവിതങ്ങളിൽ, പ്രത്യേകിച്ചും യുവതലമുറകളിൽ കുടുംബജീവിതം വേണ്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട്, ആണും പെണ്ണുമുണ്ട്. വിവാഹം കഴിച്ചാൽ പോലും കുട്ടികൾ വേണ്ടാത്ത അനേക കുടുംബങ്ങളുണ്ട്, അനേക ഭാര്യാഭർത്താക്കന്മാരുണ്ട്. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ചെറിയ ചെറിയ കുഴപ്പങ്ങളുടെ പേരിൽ ഡൈവോഴ്സിനെ കുറിച്ച്, വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട്. കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു വിവാഹമോചന കണക്കുകളാണ് നമുക്കിപ്പോൾ കേൾക്കുവാനായിട്ടൊക്കെ സാധിക്കുന്നത്. ചെറിയ കാര്യങ്ങളിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കലഹിക്കുകയും വിട്ടുപേക്ഷിക്കുവാനുള്ള സന്മനസ് കാണിക്കുകയും ചെയ്യും. വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തരുത്.
ദൈവമാണ് ഒരു പുരുഷനെ ഒരു സ്ത്രീയുമായിട്ട്, ഒരു സ്ത്രീയെ പുരുഷനുമായിട്ടും യോജിപ്പിക്കുന്നത്, മനുഷ്യനല്ല. ഇതെപ്പോൾ നമ്മുടെ തലയ്ക്കകത്ത് കയറുന്നു അപ്പോൾ മാത്രമേ വിവാഹത്തിൻ്റെ ആ ഒരു ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ. ഒരു പുരുഷൻ അനേക പെൺകുട്ടികളെ കണ്ടതിന് ശേഷമായിരിക്കാം ഒരു പെൺകുട്ടി തൻ്റെ ഭാര്യയാണെന്ന് ആകാൻ പോകുന്ന നിശ്ചയിക്കുന്നത്. എന്നിട്ട് വിവാഹം കഴിഞ്ഞു കഴിയുമ്പോൾ ചെറിയ 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 കാര്യങ്ങളിൽ കലഹങ്ങൾ ഉണ്ടാകുക, തെറ്റിദ്ധാരണകൾ ഉണ്ടാകുക, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുക, തെറ്റായ സംസാരങ്ങൾ ഉണ്ടാകുക, തെറ്റായ പെരുമാറ്റങ്ങൾ ഉണ്ടാകുക, കലഹിക്കുക, വിട്ടുപിരിയാൻ തയ്യാറാകുക. നാം മനസ്സിലാക്കണം, ഇവിടെ ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ് യൗസേപ്പ് എത്തിയിരിക്കുന്നത്. ഒരു കുടുംബജീവിതത്തിൽ, ഒരു വിവാഹ ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഉണ്ടാകാനില്ല. താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഗർഭിണിയാണ്. അവിടെ യൗസേപ്പിനെ കുറിച്ച് പറഞ്ഞ മനോഹരമായ 2 വാക്കുണ്ട്. ഒന്ന്, അവൻ നീതിമാനാകയാലും. 2, അവളെ അപമാനിതയാക്കുവാൻ ഇഷ്ടമില്ലായകയാലും. ഇതെല്ലാം മനുഷ്യരും ആണും പെണ്ണും പഠിച്ചിരിക്കേണ്ട 2 കാര്യമാണ്. ഒന്ന്, നാം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ നീതിയോടെ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. ഓരോരുത്തർക്കും കൊടുക്കേണ്ട അർഹതമായ ന്യായമായ സ്ഥാനം, നീതി കൊടുത്ത് ജീവിക്കുവാൻ സാധിക്കണം. പല കുടുംബങ്ങളിലും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് പുതിയ വിവാഹം കഴിഞ്ഞു ഭാര്യ ഭർത്താക്കന്മാർ വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താവിൻ്റെ അമ്മ കാണും, ഭർത്താവിൻ്റെ അപ്പൻ കാണും. പക്ഷെ പലപ്പോഴും ഭർത്താവിൻ്റെ വീട്ടിലെ, ചെറുക്കൻ്റെ വീട്ടിലെ അമ്മമാർക്ക് വലിയ സ്വാധീനമാണ്. അവർ വലിയ പൊസസീവാണ്. അമ്മയെ സംബന്ധിച്ചോളം ഈ മകൻ അമ്മയുടെ സ്വന്തമാണ്. അമ്മയുടെ ചൊൽപ്പിടിക്കൊത്തി ഈ മകൻ നിൽക്കണം. അമ്മയാണ് പലപ്പോഴും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അമ്മയോട് ചോദിക്കാതെ അവനൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അമ്മ പറയുന്നതിനപ്പുറത്തോട്ട് അവനൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എന്ത് ചെയ്യണമെങ്കിലും, എന്ത് പറയണമെങ്കിലും, എന്ത് തീരുമാനിക്കണമെങ്കിലും അവൻ അമ്മയോടത്ത് മാത്രമേ തീരുമാനിക്കാൻ സാധിക്കത്തുള്ളൂ. അവിടെ നീതി നടക്കുന്നില്ല. അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനമല്ല ഭാര്യയ്ക്ക് കൊടുക്കേണ്ടത്, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനമല്ല അമ്മയ്ക്ക് കൊടുക്കേണ്ടത്. അമ്മയ്ക്ക് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ യാതൊരു സ്ഥാനവുമില്ല. കർത്താവ് അങ്ങനെ പറഞ്ഞത്, നീ നിന്റെ അപ്പനെയും നിന്റെ അമ്മയും വിട്ട് ഭാര്യയോട് യോജിച്ചിരിക്കും. കുടുംബജീവിതം പലപ്പോഴും നരകമാക്കുന്നത് ഈ മാതാപിതാക്കളാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം മാതാപിതാക്കൾ ഇടപെടും. മാതാപിതാക്കൾ തീരുമാനമെടുക്കും. മാതാപിതാക്കളാണ്, പ്രത്യേകിച്ചും വരുന്ന മകളായിട്ട് കാണാൻ കഴിയത്തില്ല, മരുമകളായിട്ട് കാണും. അവൾ കുഴപ്പത്തിൽപ്പെട്ടവരാണ്, ഒപ്പത്തിനൊപ്പമുള്ളവരല്ല, അവൾ താണതാണ്. അവളെ പീഡിപ്പിക്കുക, അവളുടെ വേലക്കാരിയെ പോലുള്ള പരിഗണിക്കുക. അവിടെ നീതി നടക്കുന്നില്ല. വിവാഹം കഴിക്കുന്ന ഓരോ പുരുഷനും ഓരോ സ്ത്രീയും മനസ്സിലാക്കണം, ഭർത്താവിന് കിട്ടേണ്ട ബഹുമാനം കിട്ടണം, സ്നേഹം കിട്ടണം, ആദരവ് കിട്ടണം, അംഗീകാരം കിട്ടണം, അനുസരണം, വിധേയത്വം കിട്ടണം. ഭാര്യയ്ക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടണം, കരുതൽ കിട്ടണം, കരുണ കിട്ടണം. ഭാര്യയെ ചേർത്ത് നിർത്തുവാൻ സാധിക്കണം. മറ്റാരുടെയും വാക്കുകൾ കേട്ട് ഭാര്യയെ മാറ്റി നിർത്തുവാൻ ഭർത്താവിനിടെ വരരുത്. നിങ്ങൾ 2 അല്ല, 1 ആണ്. ഈ ഒരു ബോധ്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കണം. അതാണ് യൗസേപ്പ് നീതിമാനാണ്. വിവാഹം പോലും കഴിഞ്ഞിട്ടില്ല, സമ്മതം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് പോലും അവൻ ആ സ്ത്രീയോട് നീതി കാണിച്ചു. അടുത്ത വാക്ക് പറയുന്നത് എങ്ങനെയാണ്? അവളെ അപമാനിക്കുവാൻ അവൾ തീരുമാനിച്ചില്ല. ഒരു വാക്കുകൊണ്ട്, ഒരു നോക്കൊണ്ട് പോലും യൗസേപ്പ് മറിയത്തെ അപമാനിച്ചില്ല. അവൻ മാറിപ്പോകാനാണ് അവൻ ആഗ്രഹിച്ചത്, അവൻ വിട്ടുപോകാനാണ് ആഗ്രഹിച്ചത്. നമ്മുടെയൊക്കെ വീടുകളിൽ എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടായാലും എന്തെല്ലാം പ്രശ്നങ്ങളാണ്, എന്തെല്ലാം അസഭ്യങ്ങളാണ് നമ്മൾ പരസ്പരം പറയുന്നത്. ഭാര്യയെക്കുറിച്ച് എന്തെല്ലാം മോശമായിട്ട് നമ്മൾ സംസാരിക്കും. പ്രത്യേകിച്ചും ഡൈവോഴ്സിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ കഥകളൊക്കെ നമ്മൾ ഉണ്ടാക്കും. അതുവരെ തേനെ, പാലേ, പൊന്നെ എന്നൊക്കെ വിളിച്ചേർന്ന് നമ്മൾ എന്തെല്ലാം ക്രൂരമായ ഭാഷകൾ സംസാരിക്കും. ഇവിടെ യൗസേപ്പ് നമുക്കൊരു മാതൃകയാകണം, ആണിനും പെണ്ണിനും മാതൃകയാകണം. പരസ്പര ബഹുമാനത്തോടെ, പരസ്പര സ്നേഹത്തോടെ, പരസ്പര അംഗീകാരത്തോടെ, പരസ്പര വിധേയത്വത്തോടെ ജീവിക്കുവാൻ നിങ്ങൾ ഒന്നാണെന്നുള്ള ബോധ്യത്തിൽ, ഒരേ ബോധ്യം, ചിന്തകൾ നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾക്ക് ആശയക്കുഴപ്പങ്ങൾ, നിങ്ങൾ ഒന്നിച്ചിരിക്കണം, വേറെ ആരെയും കൂട്ടരുത്, നിങ്ങൾ ഒന്നിച്ചിരിക്കണം. നിങ്ങളത് പറഞ്ഞ് സമന്വയപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കണം. കുടുംബത്തിന്റെ ഭദ്രത അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രിയ സഹോദരങ്ങളെ, അവൻ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നത് കേൾക്കാൻ സാധിച്ചു. അവൻ നീതിമാനായതുകൊണ്ടാണ്, അവൻ സത്യസന്ധനായതുകൊണ്ടാണ്, അവൻ വിശുദ്ധനായതുകൊണ്ടാണ് ദൈവം അവനോട് സംസാരിച്ചു. ദൈവനോട് പറഞ്ഞു,
അവൻ്റെ വലിയ പ്രശ്നത്തിൽ ദൈവം ഇടപെടുകയാണ്. നീ അവളെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭിണിയായിരിക്കുന്ന പരിശുദ്ധാത്മാവിനാലാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവം ഇടപെടും. നാം ദൈവത്തോട് ആലോചന ചോദിച്ചാൽ മാത്രം മതി. നാം വിശുദ്ധരായി ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ തിന്മകളും ചെയ്തിട്ട് ദൈവം ഇടപെടണം എന്നാഗ്രഹിക്കരുത്. എല്ലാ പാപത്തിലും മുഴുകി ജീവിച്ചിട്ട് ദൈവം ഇടപെടണം എന്ന് ആഗ്രഹിക്കരുത്. ദൈവത്തെ മറന്നു ജീവിച്ചിട്ട് ദൈവത്തിനോട് കണ്ട സ്നേഹം, ദൈവത്തിനോട് കരുണ, ദൈവത്തിനോട് കണ്ട ആരാധന, ദൈവത്തിനോട് കണ്ട സ്തുതി, മഹത്വം, നന്ദി, ഇതൊന്നും കൊടുക്കാതെ ദൈവം ഇടപെടണം എന്ന് ആഗ്രഹിക്കരുത്. ദൈവസന്നിധാനത്തിൽ വിശുദ്ധരായി ജീവിച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദൈവം ഇടപെടും. ദൈവം ഇടപെട്ടെന്ന് പറഞ്ഞ് നീ ഇവളെ സ്വീകരിക്കാൻ ഭയപ്പെടേണ്ട, പോരാ, വലിയൊരു ഉത്തരവാദിത്വം കൂടെ അവന് കൊടുക്കുകയാണ്. നീ അവൻ്റെ പുത്രനെ പ്രസവിക്കുന്ന നീ അവന് യേശു എന്ന് പേരിടണം. അപ്പൻ്റെ ഉത്തരവാദിത്വമാണ്. അവൻ അപ്പനല്ലെന്ന് പറയുന്ന ദൈവത്തിനും അറിയാം, അവൻ അപ്പനല്ലെന്ന് കേൾക്കുന്ന യോസേപ്പിനും അറിയാം. എങ്കിലും ആ ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിക്കുകയാണ്. നീ അവന് യേശു എന്ന് പേരിടണം. അതെ, ഈ പെൺകുട്ടിയെ നീ സ്വീകരിക്കണം. ഈ പെൺകുട്ടികൾക്കുണ്ടാകുന്ന കുഞ്ഞിനെ നീ സ്വീകരിക്കണം. ആ കുഞ്ഞ് നിന്നെ അപ്പ എന്ന് വിളിക്കും. നീ നിന്റെ മകനായി അവനെ വളർത്തണം. ഇത്ര വലിയ ഉത്തരവാദിത്വം ദൈവം കൊടുക്കുന്നത്. ശാന്തനായി സൗമ്യനായി ദൈവം പറഞ്ഞതൊക്കെ കേട്ട് വിധേയപ്പെട്ട് അംഗീകരിക്കുന്ന ഒരു യോസേപ്പിനെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, വലിയൊരു വിശുദ്ധൻ, വലിയൊരു വിശുദ്ധൻ, ദൈവത്തിന് പ്രിയങ്കരനായി നീതിമാനായി ജീവിച്ച വിശുദ്ധൻ. എല്ലാ കുടുംബങ്ങളുടെ മധ്യസ്ഥനാണ് അദ്ദേഹം. കുടുംബങ്ങൾക്ക് മാതൃകയാണ് അദ്ദേഹം. അവൻ യേശുവിനെ പേരിടുന്നു. ആ പേരിന് അർത്ഥം പറയുന്നുണ്ട്, അവൻ തൻ്റെ ജനത്തെ തൻ്റെ പാപത്തിൽ നിന്നും വിടുവിക്കുന്നവനാണ്. അതാണ് യോശുവ എന്ന വാക്കിൻ്റെ അർത്ഥം. എല്ലാ മനുഷ്യർക്കും പ്രിയങ്കരനായ മനുഷ്യൻ, എല്ലാ മനുഷ്യർക്കും രക്ഷ കൊടുക്കുന്ന മനുഷ്യൻ, എല്ലാ മനുഷ്യർക്കും വിടുതൽ കൊടുക്കുന്ന മനുഷ്യൻ. ലൂക്കോസ് പറയുന്നത് പോലെ, ഐശായുടെ വാക്കുകളിൽ ലൂക്കോസ് പറയും, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലോട് ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ, ബന്ധിതർക്ക് മോചനം കൊടുക്കുവാൻ, കുരുടർക്ക് കാഴ്ച കൊടുക്കുവാൻ, എല്ലാവർക്കും സ്വീകാര്യമായ വത്സരം പ്രസംഗിക്കുവാൻ എന്നെ അയച്ചിരിക്കുന്നത്. അതാണ് യേശു എന്ന് പറയുന്ന വാക്ക്. അതാണ് യൗസേപ്പിന് കൊടുക്കുന്ന പേര്. പ്രിയ സഹോദരങ്ങൾ, അവസാനമായി വചനം പറയുകയാണ്, ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. ഓരോ വ്യക്തിയും ചെയ്യേണ്ടതാണ്. നമ്മുടെ ഇഷ്ടമനുസരിച്ചല്ല ജീവിക്കേണ്ടത്. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടല്ല ജീവിക്കേണ്ടത്. എന്തെങ്കിലും കേട്ടാൽ ഉടനെ നിരാശനാകുകയല്ല ചെയ്യേണ്ടത്. മരിക്കാൻ കൊതിക്കുകയല്ല ചെയ്യേണ്ടത്. ആത്മഹത്യക്ക് ശ്രമിക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് ദൈവത്തിൻ്റെ സ്വരത്തിന് കാതു കൊടുക്കണം. ദൈവം പറയുന്നത് എന്താണോ അതനുസരിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവം നമ്മോട് സംസാരിക്കും, വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കും. ദൈവത്തിൻ്റെ കൽപ്പനയിലൂടെ നമ്മൾ സംസാരിക്കും. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ സംസാരിക്കും. നമ്മുടെ മനസ്സാക്ഷിയോട് ദൈവം സംസാരിക്കും. ദൈവത്തിൻ്റെ സഭയിലൂടെ നാം സംസാരിക്കും. നാം ദേവാലയത്തിൽ പോകുമ്പോൾ ഞായറാഴ്ച വചനപ്രസംഗങ്ങളിൽ നാം ശ്രദ്ധിച്ചു കേട്ടാൽ ദൈവം നമ്മോട് നമ്മുടെ പ്രശ്നങ്ങളിൽ തന്നെ ഇടപെട്ട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. പലപ്പോഴും നമുക്ക് ദൈവസ്വരം കേൾക്കാൻ സാധിക്കത്തില്ല. കാരണം നമ്മൾ പറയാൻ തിടുക്കമുള്ളവരാ, കേൾക്കാൻ മാന്യതയുള്ളവരാ. എന്താണ് എൻ്റെ ദൈവത്തിന് പറയാനുള്ളത്? എൻ്റെ ദൈവം എന്താണ് എൻ്റെ അഭിപ്രായം? നിയമത്തിൻ്റെ അഭിപ്രായം നമുക്ക് അറിയേണ്ടത്, നാട്ടുകാരുടെ അഭിപ്രായമല്ല നമുക്ക് അറിയേണ്ടത്, കൂട്ടുകാരുടെ അഭിപ്രായമല്ല നമുക്ക് അറിയേണ്ടത്, മാതാപിതാക്കളുടെ അഭിപ്രായമല്ല നമുക്ക് അറിയേണ്ടത്. എൻ്റെ ദൈവത്തിൻ്റെ അഭിപ്രായം എന്താണ്? അത് നമുക്കറിയാൻ, മനസ്സിലാക്കാൻ തയ്യാറാകണം. പ്രിയ സഹോദരങ്ങളെ, എല്ലാ വ്യക്തികൾക്കും എല്ലാ കുടുംബങ്ങൾക്കും മനോഹരമായ ഒരു പാഠമാണ് ഇന്നത്തെ സുവിശേഷം. യൗസേപ്പും മറിയം ബന്ധം എത്ര ശക്തമായിരുന്നു, രൂക്ഷമായിരുന്നു നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ജീവിതത്തിന്റെ അന്ത്യം വരെയും മറിയം വിശ്വസ്തയോടെ വിശുദ്ധിയോടെ യൗസേപ്പിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിതം. യൗസേപ്പോ ഒരടിമയെ പോലെ മറിയത്തിന്റെ കൂടെ ജീവിച്ചു. മറിയത്തിന്റെ കുഞ്ഞിന്റെയും സുരക്ഷിതത്വം കാത്തു സൂക്ഷിച്ചു. മറിയത്തിന്റെ കുഞ്ഞിനെ വളർത്തിയെടുക്കുവാൻ വേണ്ടി ത്യാഗോജ്വലമായി ജീവിച്ചു. എപ്പോഴും ദൈവസ്വരത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ പ്രിയങ്കരനായി മറിയം പറഞ്ഞതുപോലെ ഇതാ കർത്താവിന്റെ ദാസൻ എന്ന് ജീവിച്ച യൗസേപ്പ്. ഈ തിരുനാളിന്റെ അവസാനം വരുമ്പോൾ, കർത്താവിന്റെ ജന്മപ്പെരുന്നാൾ ഒരുങ്ങുമ്പോൾ യൗസേപ്പ് നമുക്കൊരു നല്ല മാതൃകയാകട്ടെ. യൗസേപ്പിനെ പോലെ നീതിയോടെ നമുക്ക് ജീവിക്കാം. ദൈവത്തിന്റെ സ്വരത്തിന് കീഴ്പ്പെട്ട് ജീവിക്കാം. ഒരാളെ പോലും നിന്ദിക്കാതെ, അപമാനിക്കാതെ, ഒരാൾക്ക് പോലും വേദന ഉണ്ടാകാത്തൊരു ജീവിതം നയിക്കുവാൻ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്ക് യോഗ്യതയോടുകൂടി കർത്താവിന്റെ ജന്മപ്പെരുന്നാളിന് വേണ്ടി ഒരുങ്ങാം. ശേഷിക്കുന്ന 5-6 ദിവസങ്ങൾ വലിയ പ്രാർത്ഥനയുടെ ദിവസങ്ങളാകട്ടെ, ഉപവാസത്തിന്റെ ദിവസങ്ങളാകട്ടെ,
നല്ല ഒരുക്കത്തിന്റെ ദിവസങ്ങളാകട്ടെ. ബാഹ്യമായ ഒരു ഒരുക്കമല്ല, ആത്മീകമായ ഒരുക്കത്തിന്റെ ദിവസങ്ങളാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വരാൻ പോകുന്ന ക്രിസ്മസിന്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. സർവശക്തനായ ദൈവവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും അമ്മയെ പരിശുദ്ധ ദൈവമാതാവും എല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.